ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാകട്ടെ. സ്വതന്ത്ര ഭാരതത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്ന ഭാരതീയരായിട്ടുള്ള നമ്മൾ ഈ രാജ്യത്തിൻ്റെ നന്മ, ആർഷഭാരത സംസ്കാരം, ഋഷീവരന്മാരുടെ അസത്വമ സദ്ഗമയ തമസ്യോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ ഓം ശാന്തി എന്ന് പാടിയ ശാന്തി ഗീതത്തിലൂടെ ഈ രാജ്യം ഇന്ന് സ്വതന്ത്രമായി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ മറക്കാനാവാത്ത അനേകരുണ്ട് ഇതിനു വേണ്ടി കഷ്ടം സഹിച്ചവർ. ഇവിടെ മിഷണറിമാരൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി തുറന്നു കിട്ടിയത്. മഹാത്മാഗാന്ധിജി കോട്ടയം CSIയുടെ ബിഷപ്സ് ഹൗസ് സന്ദർശിച്ചിട്ടുണ്ട്. കേണൽ മൺറോ തിരുവനന്തപുരത്ത് രാജകൊട്ടാരത്തിൽ അധിപനായി വന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വാഴുമ്പോൾ ഒരു മിഷൻ സ്പിരിറ്റുള്ള കേണൽ മൺറോ LMS CMS മിഷണറിമാരെ വരുത്തി വിദ്യാഭ്യാസവും വൈദ്യവും നൽകി കേരളത്തിന് പുരോഗതി കൊടുത്തത് ഒരു വില്യം കേറി സ്ഥാപിച്ച സെറാംപൂർ കോളേജും കോട്ടയത്തെ ആദ്യത്തെ അക്ഷരങ്ങളുടെ കലവറയായ ബെഞ്ചമിൻ ബെയ്ലി സ്ഥാപിച്ച CMS കോളേജും അച്ചടിയും പ്രസ്സും തോമസ് നോട്ടൻ എത്തിയതും ഹെർബൻ ഗുണ്ടർട്ട് അതിനെ പരിഭാഷപ്പെടുത്തി ത്യാഗം സഹിച്ച് കഷ്ടം സഹിച്ചതും തൊഴിൽ മേഖല വർദ്ധിപ്പിച്ചതും അതിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു നെഹ്റു കുടുംബവും ഇന്നും അത് മായാതെ നിലനിൽക്കുമ്പോൾ ഇന്ന് ധാരാളം രാഷ്ട്രീയ പാർട്ടികളും സ്വാതന്ത്ര്യങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ മറക്കാനാവാത്ത പല ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു കാലത്ത് ഉച്ചനീചത്വങ്ങളുടെ കൊടുമ്പിരി കൊണ്ടിരുന്ന നാട്ടിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമാണ് നമ്മളെ വഴി നടത്തിയത്. ഇന്ന് ലോകത്തിലെ വൻകിട രാജ്യങ്ങളോട് ഒത്തുപിടിക്കുവാൻ മോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭാരതം അഭിമാനമാണ്. ഇന്നൊരു ഭാരതീയൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളാം. നമ്മുടെ ഭാരതത്തിൻ്റേതായിട്ടുള്ള അഭിമാനമുണ്ട്. കഴിഞ്ഞ 78 വർഷങ്ങളിലെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം നടത്തിയ വഴികൾ എത്രയോ ഉന്നതമാണ്. അതിനുവേണ്ടി കഷ്ടം സഹിച്ചവരെ ത്യാഗപൂർവ്വം നമ്മൾ ഓർക്കുമ്പോൾ നമ്മളെ രാജ്യത്തെ സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിൻ്റെ സംസ്ഥാനങ്ങളെയും അതിൻ്റെ എപ്പേർപ്പെട്ട ബന്ധങ്ങളെയും ഒരുപോലെ കോർത്തിണക്കി കൊണ്ടുപോകുവാൻ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് നമ്മൾക്ക് നൽകിയിരിക്കുന്ന എത്രയോ അനുഗ്രഹീതമായൊരു സ്റ്റേറ്റാണ് കേരളം. 2-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കും, അധിപതികൾ തമ്മിൽ ആലോചിക്കും. സ്വർഗീയമായിട്ടുള്ള അനുഭവത്തിൽ എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഒരു റോയൽ സങ്കീർത്തനമാണെന്ന് 2-ാം സങ്കീർത്തനം. അതിൽ തീം പറയുന്നത് ഒരു സൂപ്പർ കിങ് ആയിട്ടുള്ള ദൈവത്തെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. വേൾഡ് ലീഡേഴ്സ് അഗൻസ്റ്റ് ദ റൂൾ ഓഫ് ദി അനോയിൻറ്റഡ് കിങ്. ലോകത്തിൻ്റെ അധിപതിക്കെതിരായി ലോകരാജ്യങ്ങൾ ഒരുമിക്കുന്ന കാലം വരുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഭാരതം ഏറ്റവും കൂടുതൽ ഈശ്വര വിശ്വാസികളുള്ള, ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുള്ള രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിൻ്റെ കെട്ടുറപ്പിന് ഓരോ ഭാരതീയ പൗരനും കടപ്പാടുകളുണ്ട്. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ സത്യസന്ധരും കഠിനാധ്വാനികളും വിനയമുള്ളവരും വിശുദ്ധമുള്ളവരും ദൈവകൃപയുള്ളവരും ആരോഗ്യമുള്ളവരുമായി അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യം സമ്പുഷ്ടി പ്രാപിക്കുന്നു.
നമുക്ക് തന്നെയല്ല മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ ആ വലിയൊരു മനോഭാവത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അതാണ് മിഷണറിമാരിവിടെ കാട്ടിത്തന്ന ആ മിഷൻ പാത. അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ നമ്മൾ കഴിയുമ്പോൾ ഒട്ടും പുറകിലല്ല നമ്മളും. ആധുനിക ലോകത്തിൽ, ആധുനിക സംസ്കാരത്തിൽ നമ്മുടെ രാജ്യം ഒട്ടും പുറകിലല്ല. മുൻപോട്ട് പോകുവാനുള്ള ദൈവശക്തിയും ദൈവകരങ്ങളും എല്ലാം വ്യക്തിജീവിതങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ എല്ലാവരെയും കോർത്തിണക്കി മുൻപോട്ട് കൊണ്ടുപോകുവാൻ, എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത ഒരു അനുഭവത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ, ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് മുൻപോട്ട് നീങ്ങുവാൻ നമ്മുടെ ഭാരതത്തിന് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഒരു ഭാരതീയനായി ജനിക്കുവാൻ, ഭാരതീയനായി ജീവിക്കുവാൻ, ഭാരതത്തിൻ്റെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ കൃപ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ഭാരതത്തിൽ ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്താൽ ഭാരതത്തിൽ നിറയപ്പെടുവാൻ ബലഹീനരാകുന്ന ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾ കൊണ്ട് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ പോലെ അവനോ വളരണം ഞാനോ കുറയണം എന്നുള്ള മനോഭാവത്തിൽ പത്രോസിനെ പോലെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാൻ ഞങ്ങളുടെ ഭാരതത്തിലേക്ക് കടന്നു വന്ന AD 52 കടന്നു വന്ന വിശുദ്ധ തോമസ് അപ്പോസ്തലനെ പോലെ ഏറ്റവും ദൂരം കടന്നു വന്ന എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് അങ്ങയുടെ മുറിപ്പാടിൽ തൊട്ട് നോക്കി മരണം ഭരിക്കുവാൻ തയ്യാറായ ശിഷ്യന്മാരെ പോലെ ഞങ്ങളൊക്കെ ജീവിച്ച് ഈ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഇന്ന് നയിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ പ്രധാനമന്ത്രി മോദിജിക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഹമന്ത്രിമാർക്കായും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്റ്റേറ്റിനെ ഭരിക്കുന്ന പിണറായി വിജയൻ സാറിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മന്ത്രിമാർക്കായും, കർത്താവേ, ഭാരതത്തിലുള്ള എല്ലാ MP-മാർക്കായും MLA-മാർക്കായും, എല്ലാ മറ്റ് പ്രദേശങ്ങളിലുള്ള ആൻഡമാൻ നിക്കോബാർ മുതലായ സ്ഥലങ്ങളിലുള്ളവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അയൽ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്കായി, ലോകരാഷ്ട്രങ്ങൾക്കായി, കർത്താവേ, ഇസ്രായേലിനായി പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ചു മുൻപോട്ട് പോകുവാൻ ബലഹീനരാകുന്ന ഞങ്ങളുടെ ഓരോ ഭാരതീയ പൗരനും സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരതത്തിൻ്റെ ആർഷഭാരത സംസ്കാരം കളയാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, ആ പൈതൃകമായി ലഭിച്ചിട്ടുള്ള ആ സംസ്കാരം കളയാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, അംബേദ്കറിനാൽ എഴുതപ്പെട്ട ഭരണഘടന അതിനെ മുഴുവൻ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനന്നേ സഹായിച്ച മിഷണറിമാരുടെ ആ വലിയ ത്യാഗം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനത്താൽ എല്ലാ പ്രിയപ്പെട്ടവരും ശക്തി പ്രാപിക്കട്ടെ. ഓരോ ഭാരതീയനും ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ. എപ്പോഴപ്പെട്ടവർക്കും ദൈവശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. അഭിമാനപൂർവ്വം ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലസ് യു.